بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم اغفر لنا ذنبنا كله، دقه وجله وأوله وآخره وعلانيته وسره. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما، وأصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم إنا نسألك فعل الخيرات وترك المنكرات وحب المساكين، وأن تغفر لنا وترحمنا وتتوب علينا، وإذا أردت بقوم فتنة فاقبضنا إليك غير مفتونين. ونسألك حبك وحب من يحبك وحب عمل يقربنا إلى حبك. أما بعد. സഹോദരങ്ങളെ, സഹീഹ് മുസ്ലിമിൽ കിതാബ് സലാത്തിലെ അവസാന ഭാഗത്തുള്ള ഹദീസുകളാണ് നമ്മൾ വായിച്ചു വരുന്നത്. ഈ ഹദീസിൽ ഇനി നമുക്ക് വായിക്കാനുള്ള ഹദീസ്, ഈ കിതാബിൽ ഇനി നമുക്ക് വായിക്കാനുള്ള ഹദീസ് മഹാനായ സഹാബി അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. عن أبي ذر رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا قام أحدكم يصلي فإنه يستره إذا كان بين يديه مثل آخرة الرحل، فإذا لم يكن بين يديه مثل آخرة الرحل فإنه يقطع صلاته الحمار والمرأة والكلب الأسود. أبو ذر رضي الله عنه പറയുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇദാ ഖാമ അഹദുക്കും യുസല്ലി, നിങ്ങളിൽ ആരെങ്കിലും നിസ്കരിക്കുകയാണ് എങ്കിൽ, ഫഇന്നഹു യസ്തുറുഹു ഇദാ കാന ബൈന യദൈഹി മിസ്ലു ആഖിറത്തിർ റഹൽ, അവനെ മറച്ചു പിടിക്കുന്നതാണ് അവൻ്റെ മുന്നിൽ ഒരു റഹലിൻ്റെ ആഖിറത്ത് പോലെ ഉള്ളത് ഉണ്ടെങ്കിൽ, അഥവാ അവൻ മറയായി ഒട്ടകക്കട്ടിലിൻ്റെ പിൻഭാഗത്ത് വെക്കുന്ന ഒരു മരക്കഷ്ണമുണ്ട്, അതിൻ്റെ അത്രയെങ്കിലും വലിപ്പമുള്ള ഒന്ന് മുന്നിൽ വെച്ചാൽ അവന് അത് മറയായിത്തീരും. നിസ്കരിക്കുമ്പോൾ ഒരു മറ മുന്നിൽ സ്വീകരിച്ചിരിക്കണം, ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴും. അതുപോലെ ഇമാമും ജമാഅത്തിൽ ഇമാമും, എന്നാൽ മഅ്മൂമുകൾക്ക് ഇമാമിൻ്റെ മറ തന്നെ മതിയാകുന്നതാണ്. അതിനോട് അടുത്ത് നിൽക്കണം. അത് ഏതാണ്ട് നമ്മുടെ ഒരു കൈപ്പത്തി മുതൽ കൈമുട്ട് വരെയുള്ള ഉയരമെങ്കിലും അതിനുണ്ടാകണം. ഈ വക കാര്യങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്ന് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിനോട് അടുത്ത് നിൽക്കണം. സുജൂദ് ചെയ്താൽ നമ്മുടെ ശിരസും തലയും മറയും തമ്മിൽ ഉള്ള വിടവ് ഏതാണ്ട് ഒരു ആടിന് കടന്നു പോകാൻ മാത്രമുള്ള വിടവായിരിക്കണം. വല്ലാതെ അകന്നു നിൽക്കരുത്, മറിച്ച് മറയോട് അടുത്തു നിൽക്കണം. അതിനിടയിലൂടെ ഒരാളെയും കടന്നു പോകാൻ സമ്മതിക്കരുത്. എന്നാൽ അതിനപ്പുറത്തുകൂടെ ആളുകൾക്ക് കടന്നു പോകാം. മറ സ്വീകരിക്കാതെ ഒരാൾ നിസ്കരിച്ചാൽ അയാൾക്ക് മുന്നിലൂടെ കടന്നു പോകുന്നവരെ തടയാൻ അവകാശമില്ല. മുന്നിലൂടെ കടന്നു പോവുക മനുഷ്യർ മാത്രമല്ല, മറിച്ച് നിസ്കാരം മുറിച്ചു കളയാൻ പിശാചുക്കൾ, ശൈത്താന്മാർ ശ്രമിക്കും എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം മുറിക്കാൻ പിശാച് തീപ്പന്തവുമായി വരികയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ കഴുത്തിന് പിടിക്കുകയും ഒക്കെ ചെയ്ത സംഭവം സഹീഹുൽ ബുഖാരിയിലും മറ്റും വന്നിട്ടുള്ളതാണ്. മറ സ്വീകരിക്കാത്ത ഒരാൾക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന ആളെ തടയാനുള്ള അവകാശമില്ല. പക്ഷേ ഒരാളെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കുന്ന ഒരുവൻ്റെ മുന്നിലൂടെ കടന്നു പോകാതിരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അയാൾ മറ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും. മറ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ അതിനിടയിലൂടെ കടന്നു പോകരുത്. ഇനി മറയൊന്നും സ്വീകരിച്ചിട്ടില്ല, അയാളൊരു സജ്ജാദ വിരിച്ചിട്ടാണ്, ഒരു മുസല്ല സ്കാരപ്പായ വിരിച്ചിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ അതിലൂടെ കടന്നു പോകാതിരിക്കുക. അതുമില്ല എങ്കിൽ അയാളുടെ സുജൂദ് ചെയ്യാനുള്ള ഇടത്തിനിടയിലൂടെ കടന്നു പോകാതിരിക്കുക. അയാൾക്ക് സുജൂദ് ചെയ്യാനുള്ള സ്ഥലത്തിനപ്പുറത്തൂടെ മാത്രം കടന്നു പോവുക. ഈ വക നിയമങ്ങളെല്ലാം മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് തന്നെയാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ ഒരു ഒട്ടകക്കട്ടിലിൻ്റെ പിൻഭാഗത്ത് വെക്കുന്ന ആ മരത്തടിയുടെ അത്രയെങ്കിലും വലിപ്പമുള്ള ഒരു മറ ഒരാൾ സ്വീകരിച്ചാൽ നിസ്കാരത്തിൽ അയാൾക്കത് മറയായി മതിയാകുന്നതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ ആ വലിപ്പമുള്ള ഒരു മറ ഒരാൾ സ്വീകരിച്ചില്ല എങ്കിൽ ഫഇദാ ലം യകുൻ ബൈന യദൈഹി മിസ്ലു ആഖിറത്തി റഹൽ ഫഇന്നഹു യഖ്തഉ സ്വലാതഹു, അവൻ്റെ നിസ്കാരത്തെ മുറിച്ചു കളയും. അൽ ഹിമാറു,
ഹിമാർ മുറിച്ചു കളയും. ഹിമാർ എന്നാൽ കഴുത എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ വൽ മർഅതു, സ്ത്രീകൾ അതിനു ഇടയിലൂടെ കടന്നു പോയാൽ ഒരുവൻ്റെ നിസ്കാരം അത് മുറിച്ചു കളയും. വൽ കൽബുൽ അസ്വദു, കറുത്ത നിറത്തിലുള്ള നായ കടന്നു പോയാൽ അത് നിസ്കാരത്തെ മുറിച്ചു കളയും. ഖുൽതു യാ അബാദർ, ഈ ഹദീസ് അബൂദറിൽ നിന്ന് കേട്ടയാൾ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, യാ അബാദർ മാ ബാലുൽ കൽബിൽ അസ്വദി മിനൽ കൽബിൽ അഹ്മരി മിനൽ കൽബിൽ അസ്ഫർ, കറുത്ത നായക്ക് എന്താണ് ഈ ഒരു വ്യതിരിക്തത വരാൻ കാരണം? വെളുത്ത നിറത്തിലോ അതല്ലെങ്കിൽ മഞ്ഞ നിറത്തിലോ മറ്റോ ഉള്ളതിന് ഇല്ലാത്ത ഇങ്ങനെ ഒരു വ്യത്യാസം അതിനുണ്ടാകാൻ എന്തേ കാരണം? അപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യബ്ന അഖി, ഓ എൻ്റെ സഹോദരൻ്റെ മകനെ. അത് പ്രായം ഉള്ളവർ പ്രായം കുറഞ്ഞവരെ വിളിക്കുന്ന ഒരു പ്രയോഗമാണ്. പ്രായം കുറഞ്ഞവർ പ്രായം മൂത്തവരെ യഅം എന്ന് വിളിക്കാറുള്ളതുപോലെ അറബികൾക്കിടയിലുള്ള പതിവാണ്. യഅം എന്നാൽ പേയുടെ സഹോദരൻ എന്നാണ്. നേരെ തിരിച്ചിട്ട് ചെറിയ പ്രായമുള്ളവരെ, വലിയ പ്രായമുള്ളവരെ എന്ത് വിളിക്കും? യബ്ന അഖി എന്ന് വിളിക്കും. സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ സഅൽതനി, നീ എന്നോട് ചോദിച്ച ഇതേ ചോദ്യം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടുണ്ട്. അഥവാ എന്തേ കറുത്ത നിറത്തിലുള്ള നായക്ക് മാത്രം അത് നിസ്കാരം മുറിച്ചു കളയും എന്ന് പറഞ്ഞത്, മറ്റുള്ള നിറത്തിലുള്ള നായയിൽ നിന്ന് അതിനുള്ള വ്യത്യാസം എന്താണ്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ കൽബുൽ അസ്വദു ശൈത്താൻ, കറുത്ത നിറത്തിലുള്ള നായ ശൈത്താനാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. നോക്കൂ, ഈ കാര്യം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. ഇത് അബൂദറിൻ്റെ ഹദീസാണെങ്കിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും ഈ കാര്യം ഉദ്ധരിച്ചത് നമുക്ക് അടുത്ത ഹദീസിൽ കാണാം. عن أبي هريرة قال قال رسول الله صلى الله عليه وسلم يقطع الصلاة المرأة والحمار والكلب ويقي ذلك مثل مؤخرة الرحل. നിസ്കാരത്തെ മുറിച്ചു കളയും. നേരത്തെ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ, മർഅതു വൽ ഹിമാറു വൽ കൽബു. വയഖി ദാലിക മിസ്ലു മുഅഖിറത്തി റഹൽ, റഹലിൻ്റെ ഒട്ടകക്കട്ടിലിൻ്റെ പിൻഭാഗത്ത് വെക്കുന്ന ഇതുപോലെ ഒരു മറയുണ്ട് എങ്കിൽ ഇതിൽ നിന്ന് ഒരാൾക്ക് തൻ്റെ നിസ്കാരം തടുത്തു നിർത്താം, നിസ്കാരം മുറിഞ്ഞു പോവുകയില്ല. നോക്കൂ, എന്താണ് ഈ ഹദീസുകൾ സൂചിപ്പിക്കുന്നത്? ഒരാളുടെ മുന്നിലൂടെ ഈ കാര്യങ്ങൾ കടന്നുപോയാൽ അയാളുടെ നിസ്കാരം മുറിഞ്ഞു പോകും എന്നാണ്. അപ്പോൾ നോക്കൂ, അൽ കൽബുൽ അസ്വദ്, അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അത് പിശാചാണ് എന്ന് പറയുകയുണ്ടായി. അതുപോലെ ഹിമാറിനെ കുറിച്ച് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ കോഴി കൂകുന്നത് കേട്ടാൽ അള്ളാഹുവിനോട് അവൻ്റെ ഫضിൽ നിന്ന് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നിങ്ങൾ ചോദിക്കുക. കാരണം അത് എന്തിനാണ് കൂവുന്നത്? മലായിക്കത്തിനെ കണ്ടിട്ടാണ്. മലായിക്കത്തിനെ കണ്ടിട്ടാണത് കൂവുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കോഴിയെ ചീത്ത വിളിക്കരുത്, അതിനെ പഴി പറയരുത്. എന്താണ് കാരണം? അത് നിസ്കാരത്തിന് വിളിച്ചുണർത്തുന്ന ഒരു ജന്തുവാണ്, ഒരു പക്ഷിയാണ്. അത് നിസ്കാരത്തിന് വിളിച്ചുണർത്തും. അതിൻ്റെ വിളി ശ്രദ്ധിച്ചാൽ ഉണരാൻ വേണ്ടി വിളിക്കുന്നത് പോലെ തോന്നിപ്പോകും, പിന്നെയും 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 കൂവി വിളിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അതിനെ ഞങ്ങൾ ചീത്ത പറയരുത്, അത് നിസ്കാരത്തിന് വിളിക്കുന്നു. യാ സുബ്ഹാനല്ലാഹ്, പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ഒരു ഖൈറിലേക്ക് വിളിക്കുന്നു എന്നതുകൊണ്ട് ഒരു കോഴിയെ ചീത്ത പറയരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവെങ്കിൽ ഖൈറിലേക്ക് ജനങ്ങൾ വിളിക്കുന്ന, ജനങ്ങൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുക, മുറിപ്പെടുത്തുക എത്ര വലിയ മോശമായ കാര്യമായിരിക്കും. അവരിൽ ഏറ്റവും മുന്നിൽ ആരാണുള്ളത്? അള്ളാഹുവിൻ്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിനേക്കാളും ജനങ്ങളെ ഖൈറിലേക്ക്, ഹുദയിലേക്ക് വിളിച്ച മറ്റാരാണുള്ളത്? അതുപോലെ സഹാബത്ത്, ഉമ്മത്തിലെ അയിമ്മ, ഇമാമുമാർ, ഇവരെല്ലാം. അപ്പോൾ അതൊക്കെ ഒരു ചെറിയ ഖൈറിലേക്ക് സൂചന നൽകുന്നു. നിസ്കാരത്തിന് ആളുകൾ പോകാൻ കാരണമാകുന്നു ഈ കോഴിയുടെ കൂവൽ. അതുകൊണ്ട് അതിനെ ചീത്ത പറയരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അതേസമയം നിങ്ങൾ കഴുതയുടെ കരച്ചിൽ കേട്ടാൽ, അതുപോലെ നായയുടെയും മറ്റും കരച്ചിൽ കേട്ടാൽ, അത് കുരക്കുന്നത് കേട്ടാൽ അള്ളാഹുവിനോട് പിശാചിൽ നിന്ന് കാവൽ തേടുക. ഇതിനെ കണ്ടാലാണ് അത് അമറുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, അത് പിശാചുമായി ഈ രൂപത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു.
അതുപോലെ പുരുഷന്മാർ അവർ സ്ത്രീകളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചില്ല എങ്കിൽ അതിനോളം അവരെ ഫിത്നയിലാക്കുന്ന മറ്റൊരു കാര്യം ഇല്ല എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഞാൻ പുരുഷന്മാർക്ക് സ്ത്രീകളെക്കാൾ അവരെ ഫിത്നയിൽ അകപ്പെടുത്തുന്ന മറ്റൊന്നും വിട്ടേച്ചു പോകുന്നില്ല, അവരെ ഭദ്രവത്തിലാക്കി കളയുന്ന. എങ്ങനെയാണത്? സ്ത്രീയുടെ കാര്യത്തിൽ പുരുഷൻ അള്ളാഹുവിനെ സൂക്ഷിച്ചില്ല എങ്കിൽ അവൻ്റെ ബുദ്ധിയും ദീനും ഒന്നാകെ അവർ കാരണത്താൽ ഇല്ലാതായി പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഇത് ഒരു പെണ്ണ് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇസ്തശറഫഹ ശൈത്താൻ, പിശാച് ശൈത്താൻ അവളെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവളുടെ സൗന്ദര്യം അത് ദ്വിഗുണീഭവിച്ച് കാണുന്ന രൂപത്തിൽ, അതിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന രൂപത്തിൽ ആര് പ്രവർത്തിക്കും? ശൈത്താൻ പ്രവർത്തിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ അവർ മസ്ജിദിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കെ ഒരു സ്ത്രീ അറിയാതെ, അവർക്ക് ദീനിനെ കുറിച്ച് കാര്യങ്ങൾ അറിയില്ലായിരുന്നു, അവർ വന്ന് പുരുഷന്മാരുടെ സഫിൽ നിന്നു, ഒരാളുടെ അരികിൽ വന്ന് നിന്നു, സഹാബിമാരിൽ ഒരു പുരുഷൻ്റെ അരികിൽ വന്നടുത്ത് നിന്നപ്പോൾ സഹാബി ചോദിച്ചു, നീ പുരുഷനാണോ സ്ത്രീയാണോ? കാരണം സ്പർശിച്ചപ്പോൾ മനസ്സിലായി, പുരുഷനെ സ്പർശിക്കുന്നതും സ്ത്രീകളെ സ്പർശിക്കുന്നതും ഒരുപോലെയല്ല, പുരുഷൻ്റെ ശരീരവും സ്ത്രീകളുടെ ശരീരവും ഒരുപോലെയല്ല, സ്പർശനത്തിൽ വ്യത്യാസം മനസ്സിലാവും. നീ പുരുഷനാണോ സ്ത്രീയാണോ? പറഞ്ഞു, ഞാൻ പെണ്ണാണ്. അപ്പോൾ പറഞ്ഞു, എൻ്റെ ഈ നിസ്കാരം നീ ഫിത്നയിലാക്കി കളയാൻ, എൻ്റെ നിസ്കാരം നീ ഫിത്നയിലാക്കി കളഞ്ഞു, അല്ലെങ്കിൽ ഫിത്നയിലാക്കി കളയാൻ അതിനടുത്തെത്തിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പഴയ കാലത്ത് നിസ്കാരം ആരംഭിച്ച ഇസ്ലാമിൽ ആദ്യകാലത്ത് നിസ്കാരത്തിൽ സംസാരിക്കുക അനുവദനീയമായിരുന്നു. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു യാ അയ്യുഹല്ലദീന, നിങ്ങൾ നിസ്കാരം നിലനിർത്തുക, ഹാഫിദു അല സ്വലവാത്തി വസ്സലാത്തിൽ ഉസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ എന്ന സൂറത്തുൽ ബഖറയിലെ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടതോടെയാണ് നിസ്കാരത്തിൽ സംസാരം വിലക്കപ്പെട്ടത്. ആദ്യകാലത്ത് സംസാരിച്ചിരുന്നു, സലാം പറഞ്ഞാൽ സലാം മടക്കിയിരുന്നു ആളുകൾ. അതേസമയം പിന്നീട് ഈ ആയത്തിൻ്റെ അവതരണത്തോടെ അത് വിലക്കപ്പെട്ടു, നിസ്കരിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല. അപ്പോൾ നോക്കൂ, ഈ രൂപത്തിൽ നിസ്കാരത്തിലായിരിക്കെ പോലും, ഇബാദത്തിലായിരിക്കെ പോലും അയാളുടെ ദീൻ ഫസാദിലായി പോകും. ഒരാൾ സ്ത്രീകളുടെ കാര്യത്തിൽ അവരുമായി ഈ രൂപത്തിൽ ഇടപഴകേണ്ടി വന്നാൽ, കാരണം പുരുഷനെ ആകർഷിക്കുന്ന രൂപത്തിലാണ് സ്ത്രീകൾ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്, മനുഷ്യ വംശം നിലനിൽക്കാൻ. അള്ളാഹുവിനെ അവരുടെ വിഷയത്തിൽ സൂക്ഷിച്ചില്ല എങ്കിൽ ഒരുവൻ്റെ ദീനും ബുദ്ധിയുമെല്ലാം നശിച്ചു പോകും. അപ്പോൾ നോക്കൂ, ഇതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അലം നിസ്കാരത്തെ മുറിച്ചു കളയുന്ന കാര്യങ്ങളിൽ ഈ പറഞ്ഞതിനെ എണ്ണുകയുണ്ടായി. അതല്ലാതെ ഇതിനർത്ഥം സ്ത്രീകൾ അള്ളാഹു പടച്ച മനുഷ്യരിലെ ഒരു വിഭാഗം, അവരെ ഒരിക്കലും മൃഗങ്ങളോട് ഉപമിച്ചു എന്നല്ല. അങ്ങനെ ചില ആളുകൾ പറയാറുണ്ട്. നഊദു ബില്ലാഹ്, ഒരിക്കലുമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക്, മനുഷ്യന് അള്ളാഹു പൊതുവെ നിശ്ചയിച്ചിട്ടുള്ള ഖൈർ ചെയ്താൽ സ്വർഗമുണ്ട്, അള്ളാഹുവിൻ്റെ തൃപ്തിയുണ്ട്, അള്ളാഹുവിൽ ഉന്നതമായ സ്ഥാനമുണ്ട് എന്നതിൽ പുരുഷൻ്റെ അതേ പ്രതിഫലം തന്നെ സ്ത്രീക്ക് നിശ്ചയിച്ചിരിക്കുന്നു. അള്ളാഹു റബ്ബുൽ ആലമീൻ അവർക്ക് ഏത് അവസ്ഥയിലും സംരക്ഷണവും എല്ലാ നന്മകളും റബ്ബ് സുബ്ഹാനഹു വതആല അവൻ്റെ ദീനിലൂടെ നൽകിയിരിക്കുന്നു. അവൻ്റെ ദീനിലെ പോലെ സ്ത്രീ പരിപാലിക്കപ്പെടുന്ന മറ്റൊരു ദീനുമില്ല. നോക്കൂ, ചെറിയ പെൺകുട്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ പെൺകുട്ടികളെ വളർത്തുക, 2 പെൺകുട്ടികളെ ഒരാൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവരുടെ തർബിയത്ത് നന്നാക്കിക്കൊണ്ട് പോറ്റി വളർത്തിയാൽ അവർക്ക് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചില റിവായത്തുകളിൽ സഹോദരിമാരെ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, മകളായിരിക്കെ, സഹോദരിമാരായിരിക്കെ
അവർക്ക് ഖൈർ ചെയ്താൽ സ്വർഗമുണ്ട് എന്നാണ്. ഉമ്മയായിരിക്കെ എന്താണ് അവളുടെ സ്ഥാനം, സ്ത്രീയുടെ സ്ഥാനം എന്നത് പറയേണ്ടതില്ല. മുസ്ലിമീങ്ങൾക്ക് ആർക്കാണതറിയാത്തത്? ഉമ്മയുടെ സ്ഥാനത്താണ് ജദ്ദത്ത് അഥവാ ഉമ്മയുടെ ഉമ്മ. ഭാര്യമാരാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഖൈർ ആരാണ്, നിങ്ങളിൽ ഉത്തമരാരാണ്? ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലിഹി, തൻ്റെ വീട്ടുകാരോട് അഥവാ തൻ്റെ ഭാര്യയോട് ഏറ്റവും നല്ല നിലക്ക് പെരുമാറുന്നവനാരോ അവനാണ് നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഇങ്ങനെ ഏതേത് അവസ്ഥയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൾക്ക് ഖൈറുകൾ നൽകാൻ പുരുഷനെ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നു, പഠിപ്പിച്ചിരിക്കുന്നു. ഉത്തരവാദിത്തങ്ങൾ വളരെ കുറവും, എന്നാൽ പ്രതിഫലം അത് പുരുഷൻ്റേതുപോലെ പരലോകത്ത് അള്ളാഹു അവർക്ക് നൽകുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ വസാമത് ശഅറഹാ وحصنت فرجها وأطاعت بعلها دخلت من أي أبواب الجنة شاءت. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പെണ്ണ് 5 നേരം നിസ്കരിക്കുകയും അവളുടെ മാസം അഥവാ റമദാനിൽ നോമ്പെടുക്കുകയും അവളുടെ ഗുഹ്യാവയം സംരക്ഷിക്കുകയും ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ സ്വർഗത്തിൽ അവൾ ഉദ്ദേശിക്കുന്ന കവാടത്തിലൂടെ അവൾക്ക് പ്രവേശിക്കാം. 4 കാര്യങ്ങൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ നൽകിയിട്ടുള്ളത്. എന്നാൽ അള്ളാഹു അവൻ്റെ പടപ്പുകളിൽ ചിലരെക്കാൾ ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, അർറിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫദ്ദല അല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖു മിൻ അംവാലിഹിം. പുരുഷന്മാർ സ്ത്രീകളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന, അവരുടെ മേൽ നിയന്ത്രണാധികാരമുള്ള ആളുകളാണ്. ബിമാ ഫദ്ദല അല്ലാഹു ബഅദഹും അലാ ബഅദ്, അള്ളാഹു അവൻ്റെ പടപ്പുകളിൽ ചിലരെക്കാൾ ശ്രേഷ്ഠത നൽകിയത് കാരണത്താൽ. ആർക്ക് അള്ളാഹു കൂടുതൽ ശ്രേഷ്ഠത നൽകി? പുരുഷന് ശ്രേഷ്ഠത അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. അത് അള്ളാഹുവിൻ്റെ ഫദ്ലാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. അവനങ്ങനെയാണ് അവൻ്റെ പടപ്പുകളെ പടച്ചത്. അവൻ്റെ പടപ്പുകളോട് ഒരു അനീതിയും ചെയ്തിട്ടില്ല. അപ്പം നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യത്തിൽ ഈ സ്ത്രീയോടൊപ്പം 2 ഈ പറഞ്ഞ കാര്യങ്ങളെ ചേർത്തു പറഞ്ഞു എന്നതുകൊണ്ട് അവരെ എല്ലാ കാര്യത്തിലും ആ ജന്തുക്കളെ പോലെ ആക്കി എന്ന് ഒരിക്കലും അതിനർത്ഥം ഇല്ല. അപ്പോൾ നോക്കൂ, ഇത് ആദ്യം ഒരു പക്ഷേ കേൾക്കുമ്പോൾ അങ്ങനെ തോന്നിപ്പോയേക്കാം. അപ്പം ഇങ്ങനെ സ്ത്രീ കടന്നുപോയാൽ നിസ്കാരം മുറിഞ്ഞു പോകും. പക്ഷേ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ചില സന്ദർഭങ്ങളിൽ, ഉദാഹരണത്തിന് വളരെ തിരക്കുള്ള മസ്ജിദുൽ ഹറാം പോലെ അതുപോലുള്ള ഇടങ്ങളിൽ തടയാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഒരാളുടെ നിസ്കാരം മുറിഞ്ഞുപോയി എന്ന് പറയുക സാധ്യമല്ല. മസ്ജിദുൽ ഹറാമിൽ നിസ്കരിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, മുന്നിൽ ആളുകൾ കടന്നു പോകാതെ 2 റക്അത്ത് അവിടെ നിസ്കരിക്കാൻ പറ്റുമോ എന്നത് സംശയമാണ്. 2 റക്അത്ത് നിലവിലെ നമ്മൾ ജീവിക്കുന്ന വർത്തമാനകാലത്ത് അത്രയും തിരക്കുള്ള സമയത്ത് 2 റക്അത്ത്, ഒരു റക്അത്ത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് സംശയമാണ്. ഇങ്ങനെ മുന്നിലൂടെ ആളുകൾ, പുരുഷന്മാർ സ്ത്രീകൾ പ്രത്യേകിച്ചും കടന്നുപോയിക്കൊണ്ടേയിരിക്കും. അപ്പം അതുപോലുള്ള സന്ദർഭങ്ങളിൽ ഒരാളുടെ നിസ്കാരം മുറിഞ്ഞുപോയി എന്ന് പറയുക സാധ്യമല്ല. ഈ ദീനിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ പ്രയാസങ്ങൾക്കനുസരിച്ച് എളുപ്പവും അള്ളാഹു റബ്ബുൽ ആലമീൻ വിശാലതയും നൽകിയിട്ടുണ്ട്. സ്ത്രീ ഇങ്ങനെ കടന്നുപോയാൽ മുറിയും എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ സൂചിപ്പിച്ചിട്ടുണ്ട്, കടന്നു പോകുന്നത് പോലെയല്ല ഒരാൾ മുന്നിലേക്ക് കൈ നീട്ടുന്നതോ മറ്റോ എന്ന്. ഒരാൾ നിസ്കരിക്കുന്നു, അയാളുടെ മുന്നിലൂടെ കടന്നു പോകാൻ പാടില്ല. അതേസമയം അയാളുടെ മുന്നിൽ എന്തെങ്കിലും വസ്തുവുണ്ട്, ഒരാൾക്കത് എടുക്കേണ്ട ആവശ്യമുണ്ട് എങ്കിൽ കൈനീട്ടിയെടുത്താൽ കടന്നു പോയതുപോലെ ആവുകയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ഈ ഹദീസ് കേട്ടപ്പോൾ നിസ്കാരം സ്ത്രീ മുറിച്ചു കളയും, അതുപോലെ ഹിമാറും കെൽബും മുറിച്ചു കളയും എന്ന് കേട്ടപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ മുന്നിൽ അവർ കിടന്നിരുന്നത് തെളിവായി പറഞ്ഞു. സ്ത്രീകൾ അങ്ങനെ മുറിക്കുകയില്ല എന്നതിന്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ ഈ ഹദീസ് സ്ത്രീ മുറിച്ചു കളയുമെന്ന ഹദീസ് ദുർബലപ്പെട്ട നിയമമാണ് എന്നായിരുന്നു അവർ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. അതിൽ ബാക്കിയുള്ള സഹാബിമാർ അഭിപ്രായപ്പെട്ടതാണ് ശരി. അഥവാ ആ ഹദീസ് അങ്ങനെ തന്നെയാണ്, അതിലെ വിധി ദുർബലപ്പെടുത്തപ്പെട്ടിട്ടില്ല. എന്താണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്? ഇനി ഇമാം മുസ്ലിം തൻ്റെ സഹീഹിൽ ഉദ്ധരിച്ച ഹദീസുകൾ അതാണ്.
ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി സ്വലാത്തഹു മിനൽ ലൈലി കുല്ലിഹ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരം മുഴുവൻ നിസ്കരിക്കും. വഅന മുഅ്തരിദത്തുൻ ബൈനഹു വബൈനൽ ഖിബ്ല. ഞാൻ നബിയുടെയും ഖിബ്ലക്കും ഇടയിൽ വിലങ്ങനെ കിടന്നിട്ടുള്ള അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കും. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ ഫഇദ അറാദ അൻ യൂതിർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്റാക്കാൻ ഉദ്ദേശിച്ചാൽ, അഥവാ രാത്രി നിസ്കാരം അതിൻ്റെ അവസാനം പൂർത്തീകരിക്കാൻ ഉദ്ദേശിച്ചാൽ ഐഖദനി, എന്നെ എഴുന്നേൽപ്പിക്കും. ഫഔതർതു, ഞാൻ വിത്ർ നിസ്കരിക്കും. ഇത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്തിനുള്ള തെളിവാണ്? യഥാർത്ഥത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരാൾ മുന്നിൽ നിൽക്കുന്നത് നിസ്കാരം അങ്ങനെ ചെയ്താൽ നിസ്കാരം മുറിയുകയില്ല എന്നേ ആവുകയുള്ളൂ. അതേസമയം കടന്നു പോവുക എന്നത് വേറെ തന്നെയാണ്. ഈ ഹദീസിലെ മറ്റൊരു പാഠമാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം വിത്റിൻ്റെ നേരത്ത് ആരെ വിളിച്ചുണർത്തി? ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചുണർത്തി. വിത്ർ നഷ്ടപ്പെടരുത് എന്നതുകൊണ്ട്. ബാക്കി ഖിയാമിന് മുഴുവൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര മനോഹരമായി, അതുപോലെ എത്ര പടിപടിയായിട്ടാണ് ആളുകളെ ദീൻ പഠിപ്പിച്ചത്. എത്ര എളുപ്പമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത് എന്ന് നോക്കൂ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനി അധ്യാപനത്തിൽ നമുക്ക് ഈ എളുപ്പം കാണാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കാര്യത്തിൽ കഠിനമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പരിശ്രമിച്ചതും കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു? നിങ്ങൾ ഇമാമായി നിസ്കരിക്കുമ്പോൾ നിസ്കാരം ചുരുക്കുക. കാരണം നിങ്ങളുടെ പിന്നിൽ രോഗികളുണ്ടാകും, അതുപോലെ ക്ഷീണിതരുണ്ടാകും, ആവശ്യക്കാരുണ്ടാകും, നിസ്കാരം കഴിഞ്ഞ് എവിടേക്കെങ്കിലും പോകേണ്ട ആളുകളുണ്ടാകും. പക്ഷേ അതേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാലുകൾക്ക് നീരുവരുമാറ് രാത്രി നിസ്കരിച്ചിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അതേക്കുറിച്ച് ചോദിച്ചു, നബി എന്തിനാണ് ഇങ്ങനെ? അങ്ങേക്ക് മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ദോഷങ്ങളെല്ലാം അള്ളാഹു പുറത്തു തന്നിട്ടുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ ആയിഷ അഫല അകൂന അബ്ദൻ ഷക്കൂറ. ഓ ആയിഷ, ഞാൻ അള്ളാഹുവിന് നന്ദിയുള്ള ഒരടിമയാകണ്ടേ? അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന ഒരടിമയാകണ്ടേ ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രായവും മറ്റുമെല്ലാം പരിഗണിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ രാത്രി ഒന്നാകെ നിസ്കരിക്കാൻ വിളിച്ചുണർത്തുന്നില്ല, ഉറങ്ങാൻ അനുവദിക്കുന്നു. എന്നാൽ വിത്റിൻ്റെ സമയമായപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് ഉണർത്തുകയും ചെയ്യുന്നു. ഹദീസിൽ ശ്രേഷ്ഠമായ പാഠം നമുക്കുണ്ട്. ഖൈറിലേക്ക് ആളുകളെ വിളിക്കുമ്പോൾ ആ ഖൈറിനോട് വെറുപ്പുണ്ടാക്കുന്ന രൂപത്തിൽ വിളിക്കരുത്. ഷർറിൽ നിന്ന് ആളുകളെ തടയുമ്പോൾ അവരൊരിക്കലും ഷർറ് ഉപേക്ഷിക്കാത്തവരായി തീരുന്ന രൂപത്തിലല്ല അവരെ ഷർറിൽ നിന്ന് വിലക്കേണ്ടത്. മറിച്ച് അതിലെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച റിഫ്ഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സൗമ്യത എന്താണോ അത് സ്വീകരിക്കുക. അത് സ്വീകരിച്ചാലും ഖൈർ സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത ആളുകളുണ്ടാവും. ഇപ്പോൾ പലരുടെയും അവസ്ഥ എന്താണ്? നോക്കൂ, ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ നമ്മളവനെ വളരെ രഹസ്യമായി ആരും കേൾക്കാതെ വിളിച്ചുപദേശിച്ചാലും സുബ്ഹാനല്ലാഹ് പലർക്കും അഭിമാനത്തിന് വലിയ പ്രശ്നമാണ്. അവൻ എന്നോട് അങ്ങനെ പറഞ്ഞു, അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു. ആകെ ഒരു ഖൈർ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ, ഒരു ഷർറ് വിലക്കിയിട്ടേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഇതേ ആളുകൾക്ക് ജനങ്ങളുടെ മുന്നിൽ പരസ്യമായി ദീൻ പാലിക്കുന്നു എന്നതിൻ്റെ പേരിൽ അവരെ പരിഹസിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അവൻ്റെ താടിയെ, അവൻ്റെ വസ്ത്രത്തെ, അവൻ്റെ സ്ത്രീയുടെ നിഖാബിനെ ഒക്കെ പരിഹസിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. അവിടെ ഒരു അഭിമാനവും ആർക്കും പ്രശ്നമല്ല. അഭിമാനം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്കുമില്ലേ. അതേസമയം അവരോട് എന്തെങ്കിലും തിന്മയെക്കുറിച്ച് വളരെ സ്വകാര്യമായി പറഞ്ഞാൽ പോലും പൊള്ളുകയാണ്. ഇങ്ങനെയുള്ള ആളുകളുണ്ടാകും. അള്ളാഹുവിൻ്റെ നബിമാരെ തള്ളിക്കളഞ്ഞ, അവരെ കൊലപ്പെടുത്തി അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കിയ ആളുകളുണ്ട്. നബിമാരുടെ സൗമ്യതയ്ക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല, അവരുടെ പെരുമാറ്റത്തിന് എന്തെങ്കിലും ദൂഷ്യമുള്ളത് കൊണ്ടല്ല, നഊദു ബില്ലാഹ്. പക്ഷേ നമ്മുടെ ഒരു സംസാരം കൊണ്ട് ആളുകൾ ദീനിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യസ്സിറു വലാ തുഅസ്സിറു വബശ്ശിറു വലാ തുനഫിറു. നിങ്ങൾ എളുപ്പമുണ്ടാക്കി കൊടുക്കുക, പ്രയാസമുണ്ടാക്കരുത്. നിങ്ങൾ ജനങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. വലാ തുനഫിറു, ആളുകളെ വെറുപ്പിക്കരുത്, അകറ്റരുത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കൂ, ഒരാൾ നിർബന്ധമായൊരു കാര്യം ഉപേക്ഷിച്ചാലല്ലാതെ അയാളെ ആക്ഷേപിക്കാൻ നമുക്ക് അവകാശമില്ല. നിർബന്ധമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കാത്തൊരു കാര്യം ഒരാൾ ഉപേക്ഷിച്ചാൽ അതിൻ്റെ പേരിൽ അയാൾ ആക്ഷേപിക്കാൻ നമുക്ക് അവകാശമില്ല. ശരിയാണ്, ഖൈർ നമുക്ക് അതിന് പ്രോത്സാഹിപ്പിക്കാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് ഒരാൾ വന്ന് ദീനിനെ കുറിച്ച് ചോദിച്ച കാര്യം ഹദീസ് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5 നേരത്തെ നിസ്കാരം പഠിപ്പിച്ചു കൊടുത്തു. 5 നേരത്തെ നിസ്കാരം. അദ്ദേഹം പറഞ്ഞു, ഇതിനപ്പുറം ഈ 5 നിർബന്ധ നിസ്കാരങ്ങളെക്കാൾ വല്ലതും ഇതിനപ്പുറം വല്ലതും എനിക്ക് നിർബന്ധമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഇല്ല അൻ തതവ്വ, ഇല്ല, നീ നിൻ്റെ ഇഷ്ടപ്രകാരം നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ശരി, എന്നതല്ലാതെ ഇതല്ലാത്ത നിർബന്ധമില്ല. സക്കാത്തിനെ കുറിച്ച് ചോദിച്ചു, ഇതിനപ്പുറം എന്തെങ്കിലും നിർബന്ധമുണ്ടോ? ഇല്ല, നിൻ്റെ ഇഷ്ടപ്രകാരം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മാത്രം. നോമ്പിനെ കുറിച്ച് എല്ലാം നിർബന്ധമായ റമദാനിലെ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനപ്പുറം നിർബന്ധമുണ്ടോ? ഇല്ല, നിനക്കിഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക എന്നത് മാത്രം. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെ അർക്കാനുകൾ അതിലെ നിർബന്ധം പഠിപ്പിച്ചു. സുന്നത്ത് അതിനപ്പുറം വല്ലതുമുണ്ടോ? ഇല്ല, നിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്നുണ്ടെങ്കിൽ ഒഴികെ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, നിങ്ങൾ ഈ പഠിപ്പിച്ചു തന്ന നിർബന്ധമുണ്ടല്ലോ അത് മാത്രമേ ഞാൻ ചെയ്യൂ, അതിനപ്പുറം ഒന്നും ചെയ്യൂല. സത്യം ചെയ്തിട്ട് പറഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. ആൾ അറാബിയാണ്, ഗ്രാമീണനായ അറബിയാണ്. അവരുടെ മര്യാദകൾ പലപ്പോഴും ഇങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ പറഞ്ഞു, അഫ്ലഹ ഇൻ സദഖ്, അഫ്ലഹ ഇൻ സദഖ്. ആ പറഞ്ഞത് അയാൾ പാലിക്കുകയാണെങ്കിൽ, ആ പറഞ്ഞത് സത്യമാണെങ്കിൽ അവൻ വിജയിച്ചിരിക്കുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. കാരണം നിർബന്ധ കാര്യങ്ങൾ ചെയ്യാതിരുന്നതിനാണ് അള്ളാഹു ശിക്ഷിക്കുക. തിന്മ ഹറാം നീ ചെയ്താലാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ ശിക്ഷിക്കുക. അതിനാണ് അങ്ങനെ അത് രണ്ടും സൂക്ഷിച്ച് ജീവിച്ച ഒരാൾക്കാണ് മുഖ്തസിദ് എന്ന് പറയുക. ഖുർആനിൽ അള്ളാഹു 3 തരക്കാരെ പറഞ്ഞിട്ടുണ്ട്. ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി, സ്വന്തത്തോട് അതിക്രമം ചെയ്തവരുണ്ട്. അവരാരാണ്? നിർബന്ധമായ കാര്യങ്ങൾ പാലിക്കാത്ത ഹറാമുകൾ ചെയ്തവർ. മുഖ്തസിദുണ്ട്, ആരാണ് അവൻ? നിർബന്ധമായത് ചെയ്തു, ഹറാം ഒഴിവാക്കി. സാബിഖും ബിൽ ഖൈറാത്ത്, നന്മകളുമായി മുന്നേറിയവനുണ്ട്. അവനാരാണ്? നിർബന്ധമായതിനു പുറമേ ധാരാളം നന്മകൾ ചെയ്തു. അവൻ്റെ ഹലാലായ കാര്യങ്ങളിൽ പോലും അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചു. ചില സഹാബിമാർ പറഞ്ഞതുപോലെ, ഇന്നി അഹ്തസിബു നൗമതി കമാ അഹ്തസിബു ഖൗമതി, ഞാൻ നിസ്കരിക്കുന്നതിന് പ്രതിഫലം പ്രതീക്ഷിക്കുന്നത് പോലെ ഉറങ്ങുന്നതിന് പ്രതിഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഉറങ്ങുന്നത് നല്ല നിയത്ത് വെച്ചിട്ടാണ്, നല്ല ഉന്മേഷത്തോടെ എഴുന്നേൽക്കാനും ഇബാദത്ത് ചെയ്യാനും എല്ലാം. അങ്ങനെയുള്ള നന്മകളിൽ മുന്നേറുന്നവരുണ്ട്. ഈ 3 തരക്കാരാണ് ആളുകൾ. അപ്പം നോക്കൂ, ഇതിൽ ഒരാൾ മുഖ്തസിദായി ജീവിച്ചു മരിച്ചാൽ സ്വർഗത്തിലാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ നിർബന്ധമാക്കിയതിനപ്പുറം ചെയ്യാത്തതിന് ഒരാളെയും ശിക്ഷിക്കുകയില്ല. അള്ളാഹു നിർബന്ധമാക്കി നീ ചെയ്തോ, അള്ളാഹു ഹറാമാക്കിയത് നീ ഉപേക്ഷിച്ചോ, നീ വിജയിക്കും, സംശയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് പറഞ്ഞത്, അഫ്ലഹ ഇൻ സദഖ്. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഹദീസിൻ്റെ വിശദീകരണത്തിൽ മനോഹരമായൊരു വാക്ക് പറഞ്ഞു. അദ്ദേഹം അഫ്ലഹ്, വിജയിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട് ഇതുപോലെയാണ്, വഇൻ കാന ഗൈറുഹു അഫ്ലഹ മിൻഹു വഇൻ കാന ഗൈറുഹു അഫ്ലഹ മിൻഹു. അയാളെക്കാൾ നന്മ ചെയ്തവൾ, ആ നിർബന്ധമായത് മാത്രം ചെയ്യാതെ അതിനപ്പുറം നന്മകൾ ചെയ്തു, അങ്ങനെ ഉള്ളയാൾ അയാളെക്കാളും വിജയിച്ച ആളാണ്. അദ്ദേഹം വിജയിച്ചു എന്നത് ശരി തന്നെയാണ്. പക്ഷേ നീ അതിൻ്റെ കൂടെ നന്മകൾ വർദ്ധിപ്പിച്ചാൽ നീ അതിനപ്പുറം വിജയിക്കും. അതിനപ്പുറം വിജയം അല്ലാഹു റബ്ബുൽ ആലമീൻ നിനക്ക് നൽകും. മാത്രമല്ല, നിർബന്ധ കാര്യങ്ങളിലെ പോരായ്മകൾ സുന്നത്ത് കൊണ്ട് വീടും. നിർബന്ധ നിസ്കാരത്തിലെ പോരായ്മകൾ ഏതുകൊണ്ട് വീടും? സുന്നത്ത് നിസ്കാരം കൊണ്ട്. സക്കാത്തിലെ പോരായ്മ സദഖകൾ കൊണ്ട് വീടും. നിർബന്ധമായ നോമ്പിലെ പോരായ്മ സുന്നത്തായ നോമ്പുകൾ കൊണ്ട് വീടും. അതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റും ഇസ്തിഗ്ഫാറും ഇതെല്ലാം ശ്രേഷ്ഠമായ അമലുകളാണ്. പരലോകത്ത് അള്ളാഹു തുലാസ് നിശ്ചയിച്ചത് ഇതിനാണ്. നന്മയും തിന്മയും തൂക്കും നന്മയും തിന്മയും. അതിൽ നന്മയുടെ തുലാസ് ഒരുവൻ്റേത് താണോ സ്വർഗത്തിനാണ്, തിന്മയുടേതാണോ താഴെ പോയത് വൽ ഇയാദു ബില്ലാഹ് അവൻ്റെ സങ്കേതം നരകമാണ്. രണ്ടും ഒരുപോലെ ആയാൽ ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അവർ അറാഫിലാണ്. അറാഫ് എന്നാൽ സ്വർഗത്തിനും നരകത്തിനും ഇടയിലുള്ള ഉയർന്ന ഒരു സ്ഥലമാണ്. അവിടെ അവർ നിർത്തപ്പെടും. സ്വർഗത്തിൽ അവർ പ്രവേശിപ്പിക്കുകയില്ല ആദ്യം, പക്ഷേ പിന്നീട് അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഫദ്ലിനാൽ അവർ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അതുകൊണ്ട് ഒരു ചെറിയ നന്മയെപ്പോലും നിസാരമായി കാണരുത്. കാരണം നമ്മുടെ തുലാസിൽ നാളെ ഏതാണ് ഭാരം തൂങ്ങുക എന്ന് നമുക്കറിയില്ല. ഒരു നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രയാസപ്പെട്ടേക്കാം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നോക്കൂ,
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ ഖൈറുകൾ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹുവിനെ അവസാനം വിത്തറിനെ വിളിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ രാത്രിയും നിസ്കരിക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹയെ സ്ഥിരമായി വിളിച്ചില്ല, തീരെ വിളിക്കാതിരുന്നുമില്ല. നോക്കൂ നിങ്ങൾ. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തിന് പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു. എവിടെ ഉറങ്ങുന്ന സ്ത്രീകളെ അവരോട് പറയൂ, എഴുന്നേൽക്കാൻ പറയൂ. റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തിന് പ്രത്യേകം അവസാനത്തെ പത്തിൽ പ്രത്യേകം പ്രേരിപ്പിച്ചിരുന്നു. പക്ഷെ അതെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളുടെ അവസ്ഥയും മറ്റും പരിഗണിച്ചായിരുന്നു ചെയ്തിരുന്നത്. ഇവിടെ ഈ ഹദീസ് ഇമാം മുസ്ലിം കൊണ്ടുവരാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഇതിലെ മുന്നിൽ കിടക്കുക എന്ന മസ്അല കൊണ്ടാണ്. ഉർവ ഇബ്നു സുബൈർ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഉർവ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയുടെ മകനാണ്, അസ്മാഇൻ്റെ മകനാണ് ഉർവ. ഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, മാ യഖ്തഉ സ്സലാ, എന്താണ് നിസ്കാരം മുറിച്ചു കളയുന്നത്? ഫഖുൽന, ഞങ്ങൾ പറഞ്ഞു, അൽ മർഅതു വൽ ഹിമാർ, മർഅത്തും ഹിമാറുമാണ്, സ്ത്രീയും ഹിമാറുമാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഇത് കേട്ടപ്പോൾ ഇന്നൽ മർഅത ലദാബത്തു സൗ, നിങ്ങൾ ഈ പറഞ്ഞത് പ്രകാരം പെണ്ണൊരു മോശം ജന്തുവായി പോകുമല്ലോ. ലഖദ് റഅയ്തുനി ബൈന യദൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്തരിദതൻ കഅ്തിറാദിൽ ജനാസ വഹുവ യുസല്ലി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ ഞാൻ ജനാസ കണക്കെ നബിയുടെ മുന്നിൽ കിടന്നിരുന്നു, അങ്ങനെ ഉറങ്ങിയിരുന്നു. അതുകൊണ്ട് നബിയുടെ നിസ്കാരം മുറിഞ്ഞു പോയില്ലല്ലോ എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതിൻ്റെ ചുരുക്കം. പക്ഷേ നമ്മുടെ ഉമ്മ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഈ അഭിപ്രായം, അഥവാ സ്ത്രീ കടന്നുപോയാലും നിസ്കാരം മുറിയുകയില്ല എന്ന അഭിപ്രായം അല്ല ശരി, മറിച്ച് ബാക്കി സഹാബിമാർ പറഞ്ഞ അഭിപ്രായമാണ്. സഹാബത്തിനിടയിൽ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അതിൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കുക. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അവരിൽ ആരുടെ വാക്കും തെളിവല്ല, മറിച്ച് അതിൽ ഖുർആനോട് സുന്നത്തിനോട് യോജിക്കുന്നതേതോ അതാണ് തെളിവാവുകയുള്ളൂ. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലേ, ഒരു സഹാബിയാണ് പറഞ്ഞതെങ്കിൽ അത് ദീനിൽ തെളിവാണ്. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല എങ്കിൽ ഫിഖ്ഹിയായ മസ്അലകളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക സ്വാഭാവികമാണ്. അതേസമയം അത് അഖീദയെ ബാധിക്കുന്നതായാൽ, ഒരുവൻ്റെ അഹ്ലുസുന്നത്തിൻ്റെ വഴിയിലുള്ള നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയങ്ങളായാൽ അത് ഗൗരവകരമാകും. ഉദാഹരണത്തിന് സഹാബത്തിനെ കുറിച്ചുള്ള നിലപാട്, അതുപോലെ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പാപങ്ങൾ കൊണ്ട്, ശിർക്കിന് താഴെയുള്ള പാപങ്ങൾ കൊണ്ട് പുറത്തു പോകുമെന്ന ബിദ്ഈ കക്ഷികളുടെ നിലപാട്, ഖദറിനെ നിഷേധിക്കുക പോലെയുള്ള നിലപാട്, അത് ചിലപ്പോൾ ഒരൊറ്റ വിഷയമാണെങ്കിൽ പോലും അവൻ അഹ്ലുസുന്നത്തിൽ നിന്ന് പുറത്തു പോകും. അതേസമയം അങ്ങനെയല്ലാത്ത വിഷയങ്ങൾ 1000 മസ്അലകൾ ഉണ്ട് എങ്കിൽ പോലും രണ്ടഭിപ്രായമുള്ളവർ ഒരേ പാതയിൽ നിലകൊള്ളാൻ അവർക്ക് യാതൊരു പ്രയാസവും അതുകൊണ്ട് ഉണ്ടാവുകയില്ല. നോക്കൂ, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം, ഇതേ കാര്യം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ ഞാൻ മുന്നിൽ കിടക്കാറുണ്ടായിരുന്നു. എനിക്കെന്തെങ്കിലും ആവശ്യം വന്നാൽ നബിയുടെ കാൽഭാഗത്തുകൂടെ ഊരിയിറങ്ങിപ്പോകും കട്ടിൽ നിന്ന്, എഴുന്നേറ്റിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ. അതുപോലെ മറ്റൊരു റിവായത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഞാൻ ഉറങ്ങും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുജൂദ് ചെയ്യണമെങ്കിൽ നബി എന്നെ ചെറുതായി നുള്ളും, അപ്പോൾ ഞാൻ കാല് വലിക്കും, സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യും. ഇത് മറ്റൊരു വിഷയത്തിന് കൂടിയുള്ള തെളിവാണ്. എന്തായിരിക്കും? വുദൂ മുറിയുകയില്ല, ഭാര്യ ഒരാൾ സ്പർശിച്ചാൽ വുദൂ മുറിയുകയില്ല എന്നതിന് കൂടി ഈ ഹദീസ് തെളിവാണ്. മുമ്പ് ആ വിഷയം നമ്മൾ സംസാരിച്ചിരുന്നു. അതുപോലെ നോക്കൂ, മറ്റൊരു റിവായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നബിയുടെ അരികിൽ ഞാൻ ഹായിദായിരിക്കെ, എനിക്ക് ഹൈദ് ഉണ്ടായിരിക്കെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ കിടന്നുറങ്ങാറുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തൊട്ടരികിൽ നിസ്കരിക്കാറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം. അതുപോലെ അങ്ങനെ നബി നിസ്കരിക്കുമ്പോൾ നബി പുതച്ച തുണിയുടെ ഒരു ഭാഗം എൻ്റെ ശരീരത്തിൽ ഉണ്ടാകുമായിരുന്നു. ഒരു വസ്ത്രത്തിന് ഒരു ഭാഗം എൻ്റെ ശരീരത്തിലും ഒരു ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലും ഞാൻ ഹായിദായിരിക്കെ, ആർത്തവകാരിയായിരിക്കെ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് കാണാം. അതൊന്നും തെറ്റല്ല. യഹൂദികൾ സ്ത്രീകൾക്ക് ഹൈദുണ്ടായാൽ അവരുടെ കൂടെ താമസിക്കുകയോ കൂടെ ഭക്ഷണം കഴിക്കുകയോ ഒന്നും ചെയ്യുകയില്ല. നസ്രാനികളാകട്ടെ നേരെ തിരിച്ച് വലഇയാദു ബില്ലാഹ് അവരുമായി ബന്ധത്തിൽ ഏർപ്പെടുക തന്നെ ചെയ്യും. മുസ്ലിമീങ്ങൾ അതിന് രണ്ടിനും മധ്യയാണ്.
ഏത് കാര്യത്തിലും ഏറ്റവും ശരിയായ ഏറ്റവും ശുദ്ധമായ നിലപാടിലാണ് മുസ്ലിമീങ്ങൾ കഴിയുക. ഇനി നോക്കൂ, ഇനി അടുത്ത ഹദീസ് നിസ്കരിക്കുമ്പോൾ ധരിക്കേണ്ട വസ്ത്രവുമായി ബന്ധപ്പെട്ട ചില ഹദീസുകളാണ് അടുത്തത്. عن أبي هريرة رضي الله عنه قال أن سائلا سأل رسول الله صلى الله عليه وسلم عن الصلاة في الثوب الواحد. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ഒരൊറ്റ വസ്ത്രമെടുത്ത് നിസ്കരിക്കുന്നതിനെ കുറിച്ചുള്ള വിധി ചോദിച്ചു. ഒരൊറ്റ തുണിയിൽ നിസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവലി കുല്ലിക്കും സൗബാൻ, നിങ്ങൾക്ക് എല്ലാവർക്കും രണ്ട് തുണി ഉണ്ടോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരിച്ചുള്ള ചോദ്യം. സുബ്ഹാനല്ലാഹ്, ഇന്ന് ഈ കാലത്ത് ഈ നാട്ടിൽ ജീവിക്കുന്ന ചിലപ്പോൾ ചില കുട്ടികൾക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത കാര്യമായിരിക്കും അത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സഹാബത്തും കഴിച്ചു കൂട്ടിയിരുന്ന ദാരിദ്ര്യത്തിൻ്റെ സ്ഥിതി, പ്രത്യേകിച്ച് വസ്ത്രങ്ങളുടെ കാര്യത്തിൽ അറേബ്യയിൽ അവർ വളരെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് നമുക്ക് അത്ഭുതകരമായ വസ്ത്രത്തിൻ്റെ അതുപോലെ ഭക്ഷണത്തിൻ്റെയും കാര്യത്തിൽ, വസ്ത്രത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും കാര്യത്തിൽ വളരെ പ്രയാസകരമായ വസ്ത്രം ആയിരുന്നു അവർ ധരിച്ചിരുന്നത്. ചില ഹദീസുകൾ ബുഖാരിയിലും മറ്റും നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിസ്കരിച്ചിരുന്ന സഹാബിമാർ ചെറിയ കുട്ടികളെ പോലെ കഴുത്തിൽ ഒരു തുണിയുണ്ട്, ഒറ്റ തുണിയുണ്ട്, കഴുത്തിൽ കെട്ടിയിട്ട് ബാക്കി ഭാഗം താഴെ ഒരു തുണിയാണ് ആകെ ഉണ്ടായിരുന്നത്. അങ്ങനെ നിസ്കരിക്കുമായിരുന്നു. സ്ത്രീകളോട് അതുകൊണ്ട് കൽപ്പിച്ചിരുന്നു, എന്ത്, സുജൂദിൽ പുരുഷന്മാർ തല ഉയർത്തിയാൽ മാത്രമേ നിങ്ങൾ തല ഉയർത്താൻ പാടുള്ളൂ, അവർ പിന്നിൽ നിസ്കരിക്കാൻ, ഇവരുടെ ഔറത്ത് കാണാതിരിക്കാൻ. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഈ അവസ്ഥയിലായിരുന്നു സഹാബത്ത് ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ആദ്യകാലത്ത് ഇങ്ങനെയായിരുന്നു. നോക്കൂ, അങ്ങനെ ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു തുണി മാത്രം ഉടുത്ത് നിസ്കരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുകയാണ്, അവലി കുല്ലിക്കും സൗബാൻ, നിങ്ങൾക്ക് എല്ലാവർക്കും രണ്ട് തുണി ഉണ്ടോ? രണ്ട് തുണി ഉടുത്ത് നിസ്കരിക്കണം എന്ന് ഞാൻ പറയാം എന്നാണ് അതിൻ്റെ അർത്ഥം. അവലി കുല്ലിക്കും സൗബാൻ, നിങ്ങൾക്ക് എല്ലാവർക്കും രണ്ട് തുണിയുണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഹദീസിലുള്ള പ്രധാനപ്പെട്ട ഒരു പാഠം എന്താണ്? ഒരാൾക്ക് ഒരൊറ്റ തുണി ധരിച്ച് മാത്രം നിസ്കരിക്കുന്നതിന് തകരാറില്ല, തെറ്റില്ല. പക്ഷേ അഫ്ദൽ എന്താണ്, ശ്രേഷ്ഠം എന്താണ്? അതിലധികം ഉടുത്ത് ഏറ്റവും നല്ല രൂപത്തിൽ, ഏറ്റവും നല്ല വൃത്തിയിലും ഭംഗിയിലും നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യത്തിൽ ആ രണ്ട് പാഠവുമുണ്ട്. അവലി കുല്ലിക്കും സൗബാൻ, നിങ്ങളിൽ എല്ലാവർക്കും രണ്ട് തുണിയുണ്ടോ എന്ന് ചോദിച്ചതിൽ എന്ത് ലഭിച്ചു? രണ്ട് കാര്യം ലഭിച്ചു. ഒന്ന്, ഒരു തുണി മതി നിസ്കരിക്കാൻ, നിർബന്ധം അത്രയേ ഉള്ളൂ, ഔറത്ത് മറച്ചാൽ മതി. രണ്ടാമത്തത്, രണ്ടുണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ടുണ്ടെങ്കിൽ എന്താണ് നല്ലത്? രണ്ട് ധരിക്കലാണ് നല്ലത് എന്ന പാഠം കൂടി അതിൽ ഉണ്ട്. പക്ഷേ ഒരു തുണിയിൽ നിസ്കരിക്കുകയാണ് എങ്കിൽ അവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണത്? അടുത്ത ഹദീസ് നമുക്കത് മനസ്സിലാക്കി തരുന്നു. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال, رسول الله صلى الله عليه وسلم പറഞ്ഞിരിക്കുന്നു, لا يصلي أحدكم في الثوب الواحد ليس على عاتقيه منه شيء. നിങ്ങളിൽ ഒരാളും തന്നെ ഒരൊറ്റ തുണി ഉടുത്തു നിസ്കരിക്കരുത്, ചുമലിൽ അതിൻ്റെ ഒരു ഭാഗം ഉണ്ടായിട്ടല്ലാതെ, ഒന്നും ചുമലിലില്ലാതെ, ചുമൽ തുറന്നിട്ടിട്ട് എന്ത് ചെയ്യരുത്? നിസ്കരിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ നോക്കൂ, തുണി മാത്രം നമ്മൾ ഉടുത്ത് നിസ്കരിക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. ചുമൽ നിറയാൻ എന്തെങ്കിലും, ചുമലിൻ്റെ മുകളിൽ ഒരു തുണി ഇടുക ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്യാതെ നിസ്കരിക്കരുത്. നോക്കൂ, ഉമർ ഇബ്നു അബി സലമ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി في ثوب واحد مشتملا به في بيت أم سلمة واضعا طرفيه على عاتقيه. رسول الله صلى الله عليه وسلم പറഞ്ഞു, لا يصلي أحدكم, നിങ്ങളിൽ ഒരാളും തന്നെ നിസ്കരിക്കരുത്, ഫി സൗബിൽ വാഹിദി, ഒരൊറ്റ വസ്ത്രത്തിൽ. എങ്ങനെ? ലൈസ അല ആതിഖൈഹി മിൻഹു ഷൈ, തൻ്റെ ചുമലിൽ അതിലെന്തെങ്കിലും ഉണ്ടായിട്ടല്ലാതെ. ഉമർ ബിൻ അബി സലമ റളിയല്ലാഹു അൻഹു പറയുന്നു, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫി സൗബിൻ വാഹിദ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരൊറ്റ തുണി ഉടുത്ത് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു.
എങ്ങനെ? മുഷ്തമിലൻ ബിഹി, ഇഷ്തിമാൽ ചെയ്തുകൊണ്ട്. ഇഷ്തിമാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ട് അറ്റങ്ങൾ രണ്ട് ചുമലുകളിലൂടെ ഇടുക എന്നതാണ്. ഫിബൈറ്റി ഉമ്മി സലമ, ഉമ്മു സലമയുടെ വീട്ടിൽ. വാദഅൻ തറഫൈഹി അല ആതിഖൈഹി, അതിൻ്റെ രണ്ടറ്റങ്ങൾ രണ്ട് ചുമലുകളിൽ ഇട്ടുകൊണ്ട്. ഉമ്മു സലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്, ഉമർ ഇബ്നു അബീ സലമയുടെ ഉമ്മയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയുടെ മകനാണ് ആര്? ഉമർ ഇബ്നു അബീ സലമ, നബിയുടെ റബീബ് അഥവാ നബിയുടെ വളർത്തുപുത്രനാണ്. ഉമ്മു സലമയുടെ ഭർത്താവ് അബൂ സലമയാണ്. അബൂ സലമയുടെ മകനാണ് ഉമർ ഇബ്നു അബീ സലമ. അപ്പോൾ ഉമർ ഇബ്നു അബീ സലമ ചെറിയ കുട്ടിയായിരിക്കുകയാണ് ഉമ്മയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുന്നത്. ഉമ്മയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ്. മുഷ്തമിലൻ എന്നാണ്. നോക്കൂ, ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന അടുത്ത ഹദീസ് നമുക്ക് കാണാം. റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫീ സൗബിൻ വാഹിദിൻ മുതവശ്ശിഹൻ ബിഹ്, മുതവശ്ശിഹായിക്കൊണ്ട് ഒരൊറ്റ തുണി മാത്രം ഉടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് നോക്കൂ. അദ്ദേഹം പറയുന്നു, അന്നഹു ദഖല അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് പ്രവേശിച്ചു. ഫറഅയ്തുഹു യുസല്ലി അലാ ഹസീരിൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പായ വിരിച്ച് നിസ്കരിക്കുന്നു. യസ്ജുദു അലൈഹി, അതിൽ സുജൂദ് ചെയ്യുന്നു പായയിൽ. വറഅയ്തുഹു യുസല്ലി ഫി സൗബിൻ വാഹിദ്, ഒരൊറ്റ വസ്ത്രമാണ് നബി ഉടുത്തിരിക്കുന്നത്. മുതവശ്ശിഹൻ ബിഹ്, അത് തവശ്ശുഹ് ചെയ്തുകൊണ്ട്. അതെന്താണ് ഞാൻ പറയാം. അപ്പോൾ നോക്കൂ, ഈ കാര്യം ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി ഇങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടു. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, അതുപോലെ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ വസ്ത്രത്തിൽ നിങ്ങൾ നിസ്കരിക്കരുത്, ചുമൽ തുറന്നിട്ടുകൊണ്ട് എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ വസ്ത്രത്തിൽ നിസ്കരിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്തു? ഈ രൂപത്തിൽ മുതവശ്ശിഹായിക്കൊണ്ട് അല്ലെങ്കിൽ മുഷ്തമിലായിക്കൊണ്ട് നിസ്കരിച്ചു. അതിൻ്റെ രൂപം എങ്ങനെയാണ്? ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹമൊക്കെ പറയുന്നത് കാണാം. അഥവാ ഒരു തുണി ഇങ്ങനെ ശരീരത്തിലേക്ക് ഇടുക, എന്നിട്ട് വലതുഭാഗത്ത് വലതു ചുമലിലൂടെ ഇട്ടത് അതിൻ്റെ അറ്റം ഇടത് കക്ഷത്തിനടിയിലൂടെ കൊണ്ടുവരും. ഇടത് ചുമലിന് മുകളിലൂടെ ഇട്ട ഭാഗം വലത് കക്ഷത്തിനടിയിലൂടെ കൊണ്ടുവരും. എന്നിട്ട് മുന്നിൽ നെഞ്ചിൽ കെട്ടും. ഇതാണ് തവശ്ശുഹിൻ്റെ, മുതവശ്ശിഹൻ മുഷ്തമിലൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് രൂപം എന്ന് ഇമാം നവവി റഹിമഹുല്ലാ പറഞ്ഞത് കാണാം. അദ്ദേഹം ഈ പദങ്ങളൊക്കെ മുതവശ്ശിഹൻ മുഷ്തമിൽ എന്നൊക്കെ പറഞ്ഞ ഈ ഒരു രൂപമാണ് എന്ന് പറഞ്ഞത് കാണാം. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ ഇതിൽ ഒരു രൂപം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പിന്നിലൂടെ വസ്ത്രം കക്ഷത്തിലൂടെ തന്നെ പിന്നിലൂടെ കൊണ്ടുവരിക, എന്നിട്ട് വലത് കക്ഷത്തിനടിയിലൂടെ കൊണ്ടുവന്നത് ഇടത് ചുമലിന് മുകളിലിടുക, ഇടത് കക്ഷത്തിനടിയിലൂടെ കൊണ്ടുവന്നത് വലത്തെ ചുമലിന് മുകളിലൂടെ ഇടുക. ഈ രൂപവും പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞത് കാണാം. നേരത്തെ പറഞ്ഞ രൂപം അങ്ങനെയല്ല, അത് മുന്നിലൂടെ ഇട്ട് വലത് ചുമലിനൂടെ മുകളിലൂടെ ഇട്ടത് ഇടത് കക്ഷത്തിനടിയിലൂടെ കൊണ്ടുവരും, ഇടത് ചുമലിന് മുകളിലൂടെ ഇട്ടത് വലത് കക്ഷത്തിനടിയിലൂടെ കൊണ്ടുവരും, എന്നിട്ട് മുന്നിൽ കെട്ടും. അപ്പം നോക്കൂ, ഇതിലൊക്കെ ഉള്ളത് എന്താണ്? അറ്റം അത് മുഖാലിഫായി കൊണ്ടുവരും, അഥവാ എതിർ ദിശയിലൂടെ കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്നാൽ ഉള്ള പ്രയോജനം എന്താണ്? ഒന്ന്, വസ്ത്രം ശരിക്കും നിൽക്കും. രണ്ട്, നിസ്കരിക്കുമ്പോൾ അത് പിടിച്ച് നിസ്കാരത്തിൻ്റെ ശ്രദ്ധ തെറ്റുകയോ കൈ കെട്ടാൻ സാധിക്കാതിരിക്കുകയോ കൈ ഉയർത്താൻ സാധിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യുകയില്ല. ഇവിടെ ഈ ഹദീസുകളിലുള്ള പ്രധാനപ്പെട്ട മറ്റു പാഠങ്ങൾ, ഒന്ന്, ഒരൊറ്റ വസ്ത്രത്തിൽ നിസ്കരിക്കുക അനുവദനീയമാണ്. പക്ഷേ രണ്ട് വസ്ത്രത്തിൽ ഒക്കെ നിസ്കരിക്കലാണ് നല്ലത്. നമ്മൾ പുറത്തിറങ്ങുമ്പോഴൊക്കെ ധരിക്കുന്ന, ഒരു സദസ്സിലൊക്കെ പോകുമ്പോൾ ധരിക്കുന്ന നല്ല പൂർണ്ണമായ വസ്ത്രം വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിലും അത് ധരിക്കലാണ് നല്ലത്. അതല്ലാതെ വളരെ മോശമായത്, നമ്മളൊരു നല്ല സദസ്സിലേക്ക് പോകുമ്പോൾ ധരിക്കാത്തൊരു വസ്ത്രം ഉടുത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് എന്താണ്? നല്ല വൃത്തിയുള്ള വസ്ത്രം ആണിൻ്റെ സുഗന്ധം പൂശി നിസ്കരിക്കണം. ഒറ്റക്കാണ് നിസ്കരിക്കുന്നത് എങ്കിൽ പോലും, കാരണം അള്ളാഹുവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഖുദു സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, നിങ്ങളെല്ലാ നിസ്കാര സ്ഥലത്തും അലങ്കാരം അണിയുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ല വസ്ത്രമണിഞ്ഞ് ഏറ്റവും നല്ല സുഗന്ധം പൂശി നീ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും അങ്ങനെ നിസ്കരിക്കാനാണ് ഏറ്റവും ശ്രേഷ്ഠം. നിസ്കരിക്കുന്നവൻ്റെ ഖിറാഅത്ത് കേൾക്കാനും മറ്റു മലായിക്കത്ത് അടുത്തു വരുന്നുണ്ട്. അതുപോലെ റബ്ബിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പലപ്പോഴും ഒരൊറ്റ തുണി ഉടുത്ത് നിസ്കരിച്ചിട്ടുണ്ട്. പ്രധാനമായ രണ്ട് കാരണങ്ങൾ അതിനുണ്ട്.
ഒന്ന്, ഒരു വസ്ത്രമില്ലാത്തവരായിരുന്നു. രണ്ടാമത്തെ കാരണം, പിൽക്കാലത്തും അവരിൽ ചിലർ നിസ്കരിച്ചത് കാണാം, അത് ജനങ്ങളോട് ഇത് ജായിസാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ജാബർ റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് അങ്ങനെ ഒറ്റ വസ്ത്രം ധരിച്ച് നിസ്കരിച്ചത് കാണാം. എന്തിനു വേണ്ടി? അത് ജായിസാണെന്ന് ആളുകളെ പഠിപ്പിക്കാൻ. അവിടെ നോക്കൂ, നല്ല വസ്ത്രം ധരിക്കുക എന്നത് ശ്രേഷ്ഠതയാണ്, പക്ഷെ ജനങ്ങളെ പഠിപ്പിക്കുക എന്നത് മറ്റൊരു ശ്രേഷ്ഠതയാണ്. അതുകൊണ്ട് അവർ ഒറ്റ വസ്ത്രത്തിൽ നിസ്കരിച്ചു. കാരണം ഇത് ജായിസാണെന്ന് പഠിപ്പിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എപ്പോഴും ഒരാൾക്ക് 2 വസ്ത്രം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. മറ്റൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് ഒരു വസ്ത്രമേ ഉള്ളൂ. ജാബിറിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഒരൊറ്റ തുണിയേ ഉള്ളൂ. അതാകട്ടെ ഈ പറഞ്ഞതുപോലെ ചുമലിലിടാൻ മാത്രം നീളമൊന്നുമില്ല. എങ്കിലെന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാന വാസിഅൻ ഫഖാലിഫ് ബൈന തറഫൈഹി വഇൻ കാന ദയ്യിഖൻ ഫശ്ദുദ്ഹു അലാ ഹിഖ്വിക്. വസ്ത്രം തുണി നല്ല വിശാലമാണ് എങ്കിൽ നീ അതിൻ്റെ അറ്റങ്ങൾ ചുമലിലൂടെ എതിർ ദിശയിലായി ഇട്ടുകൊള്ളുക. ഇനി അതല്ല, തുണി ചെറുതാണെങ്കിൽ ആരെയും മുറുക്കി കൊടുത്തുകൊള്ളുക. അങ്ങനെ ചുമൽ മറക്കാൻ തുണിയില്ല എങ്കിൽ ആ ഒരു അവസ്ഥയിൽ അത് മറക്കാൻ നിർബന്ധമില്ല. അതേസമയം ചുമൽ മറക്കാൻ തുണി ഉണ്ട് എങ്കിൽ ചുമലുകളിൽ ഒന്നുമില്ലാതെ എന്ത് ചെയ്യരുത്? നിസ്കരിക്കരുത്. ആരെങ്കിലും ഉണ്ട് മാത്രം എടുത്ത്, ചില ആളുകൾ പ്രത്യേകിച്ച് പഴയ കാലത്ത് പ്രായമേറുള്ള ആളുകളൊക്കെ അങ്ങനെ നിസ്കരിക്കുന്ന കാണാം. തുണി മാത്രം എടുത്ത്, കുപ്പായം ഇടാതെ, ഷർട്ട് ധരിക്കാതെ നിസ്കരിക്കുന്നത് കാണാം. ശരിയല്ല. മറിച്ച് ചുമൽ മറക്കണം. ഒരു തുണിയെങ്കിലും ചുമലിലൂടെ ഇടുക. ഇനി ഒരൊറ്റ തുണിയേ ഉള്ളൂ, അത് വലുതാണ് എങ്കിൽ അത് തന്നെ ചുമലുകളിലൂടെ എതിർദിശയിലേക്ക് ഇടുക. ഇനി അതിനൊന്നും വലിപ്പമില്ല, ചെറുതാണ് എങ്കിൽ അരമുണ്ടായി അത് ഉടുക്കുക. ഇതെല്ലാം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ഹദീസുകളിലെ പാഠമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ഈ കാര്യങ്ങൾ ചോദിക്കുക, നിസ്കാരത്തിലെ വസ്ത്രധാരണത്തെക്കുറിച്ചൊക്കെ ചോദിക്കുക എന്നത് അവരുടെ ദീൻ പഠിക്കാനുള്ള അവരുടെ ഉന്നതമായ താല്പര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. അപ്പോൾ നോക്കൂ, ഇമാം മുസ്ലിമിൻ്റെ സഹീഹിലെ കിതാബു സ്വലാത്തിലെ ഹദീസുകൾ ഇവിടെ അവസാനിക്കുകയാണ്. കിതാബുൽ മസാജിദ് എന്ന് തുടങ്ങിയുള്ള അധ്യായമാണ് ഇനി ഇൻഷാ അല്ലാഹ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത ആഴ്ച ആരംഭിക്കാം. വല്ലാഹു തആല അലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.